കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്നുമാറി നൽകിയതിനെ തുടർന്ന് യുവതിയുടെ വയറ്റിൽ അണുബാധയുണ്ടായെന്ന് പരാതി. 2022 ഗർഭിണിയായിരിക്കെ നേരിട്ട ചികിത്സാ പിഴവിന്റെ പാർശ്വഫലം ഇപ്പോഴും അനുഭവിക്കുകയാണ് പൂളക്കടവ് സ്വദേശിയായ യുവതി. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് പരാതിയിൽ പോലീസ് കേസെടുത്തത്. 2022 ഡിസംബറിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്നി. അങ്ങനെ ബാബൻ്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ കൂട്ടി കൊണ്ടുപോകുന്ന ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തവർ എനിക്ക് ഇഞ്ചക്ഷൻ അടിച്ച് എഴുന്നേറ്റോളം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നില്ലേ ചോദിച്ചു. അപ്പം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടർ എഴുന്നേറ്റോളം പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് നടന്നപ്പോൾ കുറച്ചും കൂടി നടന്നപ്പോൾ തന്നെ ഞാൻ തല ചുറ്റി. പിന്നെ വേറെ രോഗികളെ ആൾക്കാരാണ് എന്നെ പിടിച്ച് അവരെന്നെ ബെഡിൽ കിടത്തിച്ച്. പിന്നെ അമ്മ വരുമ്പോഴേക്കും ഞാൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ സംഭവം നടന്നത് എപ്പോഴാണ്? എന്താണ് ഇതിനെക്കുറിച്ച് യുവതി പറയുന്നത്? വിശദമായ വിവരങ്ങൾ. പ്രവിത, ഗുഡ് മോർണിംഗ്. 2 വർഷം മുൻപ് നടന്ന സംഭവമാണ്. മറ്റൊരു ചികിത്സാ പിഴവിൻ്റെ വാർത്ത കൂടി കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വർഷം മുൻപ്, അതായത് 2022 ഡിസംബർ 13 നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ പരാതിക്കാരി പറയുന്നത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനെതിരെയാണ് ആരോപണം. പൂളക്കടവ് സ്വദേശിയായ യുവതിയാണ്. ഇവർ നൽകിയ പരാതിയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. 3 ഡോക്ടേഴ്സിനെതിരെയാണ് കേസ്. സജില വിമൽകുമാർ, ഷമ ഫ്രാൻസിസ്, അപർണ കൃഷ്ണൻ എന്നിങ്ങനെ 3 ഡോക്ടേഴ്സിനെതിരെ IPC 338 വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവർ പറയുന്നതനുസരിച്ച് ഗർഭിണിയായിരിക്കെ ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകുന്നു. ഇതിന് പിന്നാലെ കുട്ടിയുടെ ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ എന്ന പേരിൽ ഡോക്ടേഴ്സ് അവരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അവർക്ക് അവിടെ നിന്നൊരു മരുന്ന് കുത്തിവെക്കുന്നുണ്ട്. ഈ മരുന്ന് കുത്തിവെച്ചതിന് ശേഷം അവർക്ക് തലചുറ്റലും ദേഹമാസകലം വിറയലും ഒക്കെ അനുഭവപ്പെടുകയാണ്. അതിനുശേഷം അടുത്ത ദിവസം ഇവർക്ക് വായ്ക്കകത്ത് മുഴുവൻ പൊട്ടിയിരിക്കുകയാണ്, വയറിനകത്ത് പൊട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ അവർ ഡോക്ടേഴ്സിനെ അറിയിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്നുള്ളൊരു മറുപടിയാണ് ഡോക്ടേഴ്സ് അവർക്ക് നൽകുന്നത്. പിന്നീടും അവർക്ക് ഈ മരുന്ന് നൽകുന്നു. അതിനെ തുടർന്ന് അവർക്ക് വളരെ വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് വയറ്റിലൊരു അണുബാധയുണ്ടായി എന്നുള്ളൊരു കാര്യം ഈ ഡോക്ടേഴ്സ് തന്നെ ഇവരോട് സമ്മതിക്കുന്നത്. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ എന്നുള്ള കാര്യമാണ് ഇവരോട് പറഞ്ഞത്. പിന്നീട് കുറേ നാളുകൾ കൂടി ഈ ആശുപത്രിയിൽ കിടന്നതിന് ശേഷമാണ് അല്പം ഭേദമായത്. ഇപ്പോഴും അതിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ യുവതി പറയുന്നത്. ഏതായാലും അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നപ്പോഴും മോശം അനുഭവമാണ് നേരിട്ടത്. ഹർഷിനിയുടെ കേസ് ഓർമ്മയില്ലേ എന്നതടക്കമുള്ള കാര്യം ചോദിച്ചാണ് കേസ് എടുക്കാനാകില്ല എന്നൊരു മറുപടി ഈ കുടുംബത്തിന് പോലീസ് നൽകിയത്. പിന്നീട് കോഴിക്കോട് MP MK രാഘവനെയും പിന്നീട് മനുഷ്യാവകാശ കമ്മീഷനെയും ഒക്കെ സമീപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഏതായാലും നല്ല രീതിയിലുള്ള കടുത്തൊരു നടപടി ഇക്കാര്യത്തിൽ വേണമെന്നുള്ളൊരു ആവശ്യമാണ് ഈ യുവതി ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.